ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹംപിയിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേയും കൂടിയാണ്. നാളെ രാവിലെ നമ്മൾ ഹംപിയിൽ നിന്ന് വീണ്ടും നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഹംപിയിലെ ഉഗ്ര നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണാൻ വേണ്ടിയിട്ട്, പ്രതിഷ്ഠ കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ എൻട്രൻസ് ഇതാ അവിടെ നിന്ന് ഇങ്ങനെ എൻട്രൻസിൽ കൂടെ വന്ന് ഇതാ ആ കാണുന്നതാണ് ഗൈസ് ഉഗ്ര നരസിംഹ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു വലിയ ശിവലിംഗമുണ്ട്. അപ്പോൾ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇന്ന് കുറേ പ്ലാനുണ്ട്. അതുമാത്രമല്ല, അതുകൂടാതെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഹനുമാൻ ജനിച്ച സ്ഥലം ഹംപിയാണ്. അപ്പോൾ ആ ശരിക്കുള്ള ഹനുമാൻ്റെ അമ്പലം ഉണ്ട് അവിടെ, ആ ജനിച്ച സ്ഥലത്ത്. അവിടെ നമ്മൾ പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ സൺസെറ്റ് ഇന്ന് നമ്മൾ അവിടെ ആയിരിക്കും കാണുക. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ. ഇതാണ് ഗൈസ് ഉഗ്ര നരസിംഹ. പക്ഷെ എന്ത് വലിയ പ്രതിഷ്ഠയല്ലേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ശിവലിംഗം അതിൻ്റെ ടോപ്പിൽ ഓപ്പണാണ് കേട്ടോ. താഴെ വെള്ളവും ഗൈസ്, നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഉഗ്ര നരസിംഹയുടെ അവിടെ ഇരുന്ന് സൺറൈസ് കണ്ടുകൊണ്ടാണ്. ഇവിടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ബാക്കി പോകും. എന്ത് രസമല്ലേ തെങ്ങളുടെ ഇടയിൽ കൂടെ സൺറൈസ്. വാ, ഒരു പൊട്ട് പോലുണ്ട്. നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി ഗൈസ്. ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 1 മണിക്കൂർ നമ്മളിനി ചുറ്റി നടക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഇനി ഒന്ന് ബൈക്ക് എടുക്കുള്ളൂ. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഇവിടേക്കാണ് പോകുന്നത്. അടുത്ത നമ്മൾ ഈ കൃഷ്ണ ടെമ്പിളിലേക്കാണ് ഗൈസ് കയറുന്നത്. ഗൈസ്, സുദർശന ചക്രവും ശംഖും. ശരിക്കും എന്ത് ശാന്തസുന്ദരമായ സ്ഥലമല്ലേ ഗൈസ്. ശരിക്കും നമ്മളുണ്ടല്ലോ, ഈ രാവിലെ സ്റ്റാർട്ട് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാതെ നമുക്കിതെല്ലാം പതുക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. ആലോചിച്ചോക്കെ, ഇപ്പോൾ അധികം ആരുമില്ല, 1-2 പേരകത്തുമുണ്ട്. പക്ഷേ അവരൊന്നും കണ്ടില്ലേ, നമുക്കിവിടെ കാണാൻ പോലും കിട്ടുന്നില്ല. നമ്മൾ മാത്രം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതിൻ്റെ സുഖം അടിപൊളിയല്ലേ. ഇത് കൊള്ളാമല്ലോ. പക്ഷെ എന്തൊക്കെ ഐറ്റംസ് ആണല്ലോ കല്ലുകൊണ്ടുള്ള. ആകെ ഇതിനകത്ത് ഈ ഒരു ഫാമിലിയും ഒരു ചേട്ടനോട് മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനും. അതുകൊണ്ട് ശരിക്കും ഇവിടുത്തെ ഓരോ ഡീറ്റെയിലിംഗ് ഒക്കെ എന്ത് രസമല്ലേ. എവിടാണെങ്കിലും നശിപ്പിക്കാൻ ഇങ്ങനെ കുറേ എണ്ണം കാണുമല്ലോ. ഇതാ കുപ്പി ഉണ്ടോയെന്ന് വെച്ചേക്കുന്ന സ്ഥലം നോക്കി. അതിന് കാലിക്കുപ്പി എന്തായാലും ഇവിടെ വെച്ച സ്ഥിതിക്ക് ഇവിടെ പുറത്ത് വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടിട്ടാൽ പോരെ. ഇത് നമ്മളെടുത്ത് ഗൈസ്, നമുക്ക് പോകുന്ന വഴി പുറത്തിറങ്ങിയൊരു വേസ്റ്റ് ബിന്നകത്തിട്ടേക്കാം. ഇവിടെ ഇട്ടിട്ട് പോകുന്ന മോശമല്ലേ. കണ്ടിട്ട് ഞാനതിനെക്കുറിച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ തന്നെ അത് ശ്രദ്ധിക്കാതെ പോയാൽ അത് വളരെ വളരെ മോശമല്ലേ. നമുക്കത് പോകുന്ന വഴിയിൽ ഒരു വേസ്റ്റ് ബിന്നിലിടാം. വാവ്, എന്ത് രസമല്ലേ. ആ സൂര്യനോട് ഇതിനകത്ത് കിട്ടിയപ്പോഴത്തേക്ക് ഈ ഫ്രെയിമിൻ്റെ ആ മൂഡ് തന്നെ മാറി. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചതാണ്, ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ എന്ത് രസമായിട്ടല്ലേ അന്നത്തെ കാലത്ത് ഇതെല്ലാം ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നത്. അന്നും അധികം ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. അവരാ ഉളിയും ചുറ്റിയും കൊണ്ട് എന്ത് കിടില. ഇന്നും അതുപോലെ ചെയ്യുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ അന്ന് എന്തോരം ടൈം എടുത്തിട്ടായിരിക്കും ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ ചെയ്തു വെക്കുമ്പോൾ എത്ര പേര് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ടാവും അല്ലേ. ഞാൻ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. വേറെ എന്തെങ്കിലും വേണ്ട ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുക. അപ്പം മുകളിൽ കുറേ തത്തകളെ കണ്ടോ ഗൈസ്. ഇപ്പോൾ പറഞ്ഞു
ഗൈസ്, കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഈ ഏരിയനാണ് കൃഷ്ണ ബസാർ എന്നറിയപ്പെടുന്നത്. അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഗൈസ്, ഹംപി വേൾഡിലെ 2ാമത്തെ റിച്ചസ്റ്റ് പ്ലേസ് ആയിരുന്നു ഈ കൃഷ്ണ ബസാർ. ഇവിടെ ആയിരുന്നു ഡയമണ്ട്, ഗോൾഡ് അങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഓപ്പൺ മാർക്കറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വലിയ സ്ഥലത്താണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, വേൾഡിലെ റിച്ചസ്റ്റ് 2ാമത്തെ പ്ലേസ് ആ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതും ഇവിടെ എവിടെയൊക്കെ ആയിരുന്നു ഡയമണ്ടും ഗോൾഡും ഒക്കെ വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ മാർക്കറ്റിൽ. ഇന്ന് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ കാണുന്നത് പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പണ്ട് ഇവിടെ ഗോൾഡ്, ഡയമണ്ട് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയല്ലേ ഈ ഏരിയയിൽ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, മറ്റേ അനുപമേനല്ല സിനിമയ്ക്കകത്ത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ചാർജ് ആവുന്നുണ്ടെന്ന്. ഗൈസ്, ഈ കുളം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ കണ്ട പുഷ്കരണി അതുപോലത്തെ സെയിം തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ ആ ചാലിട്ടേക്കുന്നുണ്ടോ? ഇതിലെ മഴക്കാലത്ത് വെള്ളമെല്ലാം ഇതിലെ കൂടെ ഒഴുകി വന്ന് കുളത്തിനകത്തേക്ക് വീഴും. അപ്പം അങ്ങനെ മഴക്കാലത്തെ ആ ഒരു കുടിവെള്ള സംഭരണി കൂടിയാണിത്. ശരിക്കും എന്ത് ഭംഗിയല്ലേ മൊത്തത്തിൽ കാണാനായിട്ട്. ഗൈസ്, നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്, ശശിവേഗലു ഗണേശ. ഇനി നമുക്ക് ആ സ്റ്റാച്ചു കാണാം. ഇതാണ് ഗൈസ് ശശിവേഗലു ഗണേശ സ്റ്റാച്ചു. അന്നത്തെ കാലത്ത് ഹംപിയിലെ മെയിൻ വഴി ഇതാണ് കേട്ടോ, മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി ഇതായിരുന്നു. ശരിക്കും കൂടെ പ്രണവ് ഉള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പുള്ളി മറ്റേ മഹാരാഷ്ട്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ. മഹാരാഷ്ട്രയുടെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ പുള്ളി ഇങ്ങനെ ഹംപിയും ഒക്കെ അതിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ പുള്ളിയുടെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വന്നിങ്ങനെ മുക്കും മൂല അരിച്ചു പെറുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു ഗൈഡ് എടുക്കുന്നതിനെക്കാട്ടിലും എന്താ പറയുക, ഒരു ബെനിഫിറ്റാണ് പുള്ളിയുടെ ആ ഒരു കമ്പനി കിട്ടിയത്. ലക്കിന് കിട്ടിയതാണ്, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പുള്ളി കൊച്ചിയിൽ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മളിടയ്ക്ക് പുള്ളിനെ ഇനിയും കാണാം നമ്മുടെ വീഡിയോയിൽ. ദാ ഗൈസ്, ദാ കാണുന്നതാണ് ശ്രീകൃഷ്ണ ടെമ്പിള്. അതിൻ്റെ ഈ ഏരിയയിലോട്ടായിരുന്നു നമ്മൾ പോയ ആ മാർക്കറ്റ്. അവിടെ നിന്നുണ്ട് ഇതിലേ വന്ന് ഈ കവാടത്തിനകത്തൂടെ ഇതിലേ ഇങ്ങനെ പാസ് ചെയ്ത് ഇതിങ്ങനെ പോവുമായിരുന്നു. അതായിരുന്നു പണ്ട് കാലത്തെ വഴി. ശരിക്കും രസമാണ് കേട്ടോ ഈ കഥകളൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട്. പണ്ട് കാലത്തെ ആളുകൾ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമാണ്. അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ നേരിട്ട് തന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പം ഇതൊക്കെ കേട്ട് അങ്ങനെ അന്നേരം നമ്മൾ ആ മനസ്സിൽ കൂടെ അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി പോകുമ്പോൾ അതൊരു പ്രത്യേകതരം ഫീലാണ് കേട്ടോ. ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കടലേക്കലു ഗണേശ ടെമ്പിൾ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ഇതാണ് ആ ടെമ്പിള്. ഇനി നമുക്കിതിനകത്തെ പ്രതിഷ്ഠ നോക്കാം. ഇത് ഭയങ്കര ഭീകര സ്റ്റാച്ചു ആണ് കേട്ടോ, ഭയങ്കര വലുതാണ്. നോക്കിയാൽ അതിൻ്റെ ഒരു സൈസ്. ഇവിടെ ഇങ്ങനെ വെറുതെ ചന്ദനപ്പൊട്ടിട്ട് ചുമ്മാ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഗൈസ്, അടുത്ത് നമ്മൾ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ കാണാനാണ്. നമ്മളവിടെ ഇതാണ് ഗൈസ് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. നോക്കി, ഇവിടെ ഫുള്ള് വെള്ളമാണ്.
നന്ദിയൊക്കെ വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ഗൈസ്, ശരിക്കും അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റേ നമ്മൾ ഈ ടണലൊക്കെ ചെയ്യത്തില്ലേ, അതുപോലത്തെ ആയിരിക്കും. ഇത് ശരിക്കും താഴ്ചയിൽ പിന്നെ കുഴിയെടുത്ത് ചെയ്തേക്കുന്ന ടെമ്പിൾ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇനി ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നോ പണ്ട് തൊട്ടേ, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വേറെ രീതിയിലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷ. ഗൈസ്, ഇതാണ് അനഗുണ്ടിയിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അനഗുണ്ടി വില്ലേജ് ഒരു ഹിസ്റ്റോറിക്കൽ വില്ലേജാണ് കേട്ടോ. അവിടെ 3 വർഷം രാമൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് അതിൻ്റെ പേര് കിഷ്കിന്ധ എന്നായിരുന്നു. അങ്ങനെ അത് പിന്നെ പേര് മാറിയതാണ് ഈ അനഗുണ്ടി എന്നുള്ളത്. ഇവിടുന്ന് ഈ റിവർ ക്രോസ് ചെയ്ത് വേണം പോയി വരാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. അങ്ങനെ ആ റിവറിലൂടെ നമ്മൾ നമ്മുടെ ബൈക്കിങ് കയറ്റി വന്നു ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ബൈക്കാണെങ്കിൽ തിരിച്ചിട്ട് കയറ്റുമ്പോൾ അതിൻ്റെ വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അയ്യോ, അതൊന്നും പറയണ്ട. പക്ഷേ രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടി. ഇനി നമ്മൾ തിരിച്ച് വള്ളത്തേര് പോകത്തില്ല, തിരിച്ച് നമ്മൾ റോഡ് വഴി തന്നെ പോകുള്ളൂ. ഇതൊരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്. കൊള്ളായിരുന്നു ഗൈസ്. ഇതാണ് ഗഗൻ മഹാൾ. ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു കെട്ടിടമാണ് കേട്ടോ. ഇതിപ്പോൾ നിലവിലില്ലാത്ത ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. വിക്കിപീഡിയയിൽ കണ്ടതാണ്. വിക്കിപീഡിയ അല്ല, ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അതിനകത്ത് കണ്ടതാണ്. കപ്പൽ മാർഗം വ്യാപാരത്തിനെത്തിയവരെയും സന്ദർശകരെയും സ്വീകരിച്ചിരുന്നത് ഈ കവാടം വഴിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ ഇതിനുള്ളിലൊരു സ്പൈറൽ സ്റ്റെയർ ഉണ്ട്. കഷ്ടിച്ചത് ഒരാളോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ജാം ആയിരുന്നു. ഓക്കെ ഗായ്സ്, നമ്മളിതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് നശിച്ചിരുന്ന ഇതിനെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് 2022 കേട്ടോ ഇതിൻ്റെ കംപ്ലീറ്റ് പണി പൂർത്തിയായത്. അതെ, 2022. ഇതാണ് ഗൈസ് ചിന്താമണി ടെമ്പിൾ. ഇത് നിൽക്കുന്നത് അനേഗുഡി വില്ലേജിലാണ്. ഇത് ശരിക്കും ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് മുങ്ങിയിട്ട് പോകുന്നവരാണോ അതോ ഈ ഗ്രാമത്തിലെ ആളുകൾ കുളിക്കുക അലക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണോ അറിയില്ല. നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ചിന്താമണി ടെമ്പിളിൽ ശിവൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ. ഇത് രാജസ്ഥാനിലെ ആളുകൾ ഇവിടെ ഹംപിയിലൊരു ദുർഗസ്വാമി ടെമ്പിളുണ്ട്, അവിടെ വന്നിട്ട് ഫ്രഷപ്പ് ആവാൻ വേണ്ടി വരുന്ന ഏരിയയാണിത്. ഗൈസ്, രാമനും സുഗ്രീവനും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ആ കേവിൽ വെച്ചിട്ടാണ് കേട്ടോ. ഉള്ള രാജസ്ഥാനിലെ ആൾക്കാരാണ് കേട്ടോ.
ഓ, ശരിക്കും ഇവിടെ വന്നുകൊണ്ട് എന്തോരം കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത് അല്ലേ? ഇതാണ് ഗൈസ് യാത്രയുടെ ഏറ്റവും വലിയൊരു ഗുണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തത് നമ്മളറിയും. ഗൈസ് ഈ ഗുഹയിൽ വെച്ചിട്ടാണ് രാമനും സുഗ്രീവനും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള പുരാണങ്ങളിൽ അവരുടെ മീറ്റിംഗ് പോയിന്റും കണ്ട് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ വന്ന് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതൊക്കെ നമ്മളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് ഗൈസ്. ശരിക്കും എല്ലാവരും ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്താൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ ഒന്നിനും കിട്ടില്ല. ഞാൻ ഭയങ്കര ട്രാവലറൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണം. ഞാൻ അത്യാവശ്യം സൈക്കിളിൽ പോയി 6 മാസത്തോളം സൈക്കിളിൽ നടന്നു. അത് കഴിഞ്ഞ് കാറിൽ പോയി, അത് കഴിഞ്ഞ് ഇപ്പോൾ ബൈക്കിലിറങ്ങി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ വളരെ വലുതാണ്. എനിക്ക് തന്നെ ചില സമയത്ത് ഞാൻ വിചാരിക്കും ഒറ്റയ്ക്ക് ഭാഷ പോലും അറിയാതെ ചില സ്ഥലത്ത് പോയി പെട്ടുപോകുന്നതും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യും. ചിലത് നമുക്ക് അവിടെ നിന്നൊക്കെ യാദൃശ്യമായിട്ട് ഒരു പരിചയമില്ലാത്തവരെ നമുക്ക് ഹെൽപ്പിന് കിട്ടും. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാവരും പറ്റിയാൽ അതൊക്കെ അത് ചെയ്യണം. ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് കാണണം. ഇതൊക്കെ നമ്മൾ അല്ലാതെ കേൾവിയുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഗൈസ്, കുട്ടികൾ പുളിയെറിയാണ്. കുട്ടിക്കാലം ഓർമ്മ വരുന്നതെന്ന്. പണ്ട് ഇതുപോലെ എത്ര മാവേലും പുളിയിലും എറിഞ്ഞ് നടന്നതാ. അവൻ എറിഞ്ഞിട്ട് കേട്ടോ. ശരിക്കും ആ കുട്ടിക്കാലം ഓർമ്മ വന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ എന്തോരം മാവേലും പുളിയിലും ഒക്കെ എറിഞ്ഞ് നടന്നതെന്നറിയാം. അതൊക്കെ ഒരു ഓർമ്മ പുതുക്കലായി. ഇത് ഇവിടുത്തെ പഴയ ബ്രിഡ്ജാണ് കേട്ടോ. പക്ഷെ എന്താല്ലേ ആ ഷെയ്പ്പായിട്ടുള്ളതൊക്കെ പാറ അതൊക്കെ ആ പൊളിഞ്ഞ ബ്രിഡ്ജിൻ്റെ ബാലൻസ് ആയിരിക്കും. ശരിക്കും ഉണ്ടല്ലോ, ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ 2 ദിവസമൊന്നും പോരാ. കുറഞ്ഞതൊരു 4 ദിവസമെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കിതൊന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ 2 ദിവസം കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് പോലെ അറിഞ്ഞു വെക്കുന്നേ ഉള്ളൂ. നമ്മളെന്തായാലും ഹംപിക്ക് മാത്രമായിട്ട് വരുന്നതായിരിക്കും. ഒരു 4-5 ദിവസമെങ്കിലും ഹംപി മാത്രം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ടൈം പ്ലാൻ ചെയ്യണം. അതും വെയിലൊക്കെ ഒന്ന് ഒതുങ്ങുന്ന ടൈം ഏതാന്ന് നോക്കിയിട്ട് ആ ടൈമിൽ, അല്ലേ നമ്മൾ കരിഞ്ഞു പോകും. ഗൈസ്, നമ്മൾ വീരപക്ഷ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്തി. ഒരു സായിപ്പണ്ണം സൈക്കിൾ എടുത്തിട്ട് വരുന്ന നോക്കി. ഒരു യെസ്, ഗിയർ സൈക്കിൾ ആയിരുന്നെങ്കിൽ കയറിയാണ്. ഒരു ജാഥ പോലെ പെട്ടെന്ന് ഇതിറങ്ങി വന്നത്. ഗൈസ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഹനുമാൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് സൺസെറ്റ് കാണാനുള്ള പ്ലാൻ മാറ്റി. കാരണം ഇപ്പം 3:40 ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ആ സമയത്തേക്ക് ഹനുമാൻ ടെമ്പിൾ കയറാൻ നിന്നാൽ ഒരുപാട് ടൈം ഇവിടെ പോസ്റ്റായി പോകും. ഇനി നമുക്ക് വേറെ കാണ്ടടമൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരെ പോകണം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഹനുമാൻ ടെമ്പിൾ കയറി കണ്ടിട്ട് വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി സൺസെറ്റ് കാണാം. അപ്പോൾ ഇപ്പോൾ ഹനുമാൻ ടെമ്പിളിലേക്കുള്ള ഓൾഡ് വഴി കൂടെ നമ്മൾ പോകുന്നത്.
ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആ പഴയ വഴിയൊക്കെ എൻജോയ് ചെയ്ത് പോവാം. ഇരിക്കുന്നു നോക്കി, ശരിക്കും നല്ല കഴിഞ്ഞു കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കയറ്റമൊന്നും അല്ല, ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. അതുപോലെ ഇത്രയും സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ടിട്ട് അതിനനുസരിച്ചുള്ള റീച്ച് ആവാറില്ല. എന്നാലും ശരി, ഇനി 10 പേരെ കണ്ടോളെങ്കിൽ ആ 10 പേർക്ക് വേണ്ടി ഞാൻ ഇനി വീഡിയോ ഇടും. നല്ല കഴിഞ്ഞു കേട്ടോ, ശരിക്കും കയറി വന്നു. ഈ കാണുന്നതല്ല, ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കുക. ഏതാണ്ട് പകുതി വെള്ളം കയറി. ഇനി ഇത്രയും കയറി കയറ്റം തന്നെ ഇനിയും കയറണം. പക്ഷേ രസമാണ്. സ്ട്രഗിളൊക്കെ ചെയ്ത് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹാപ്പിനെസ്. എന്താ പാവ അമ്മമാരൊക്കെ വടിയും കുത്തി കയറി ഇറങ്ങുന്നു. വാ, ശരിക്കും ആളുകൾ ആ പുതിയ സ്ഥലത്തൂടെ കയറിയിട്ട് പഴയ സ്ഥലത്തൂടെ ഇറങ്ങി വരുന്നു. കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ആളിനെ കാണാണ്ട് ഇപ്പോൾ കയറി എത്താറാകുമ്പോൾ ആളിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ആ സൈഡിൽ കൂടെ കയറിയിട്ട് ഈ സൈഡിൽ കൂടെ ഇറങ്ങുന്നവരാണ്. എനിക്കൊന്ന് ഇവരൊക്കെ മറ്റേ ദുർഗസ്വാമി അമ്പലത്തിൽ വന്ന ടീമുകളാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇവിടെയും കൂടെ ഹനുമാൻ ടെമ്പിളൂടെ വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവരായിരിക്കണം. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, തെങ്ങും പിന്നെ പാടത്ത് നെല്ല് നട്ട് തുടങ്ങിയിട്ട് അതിനകത്ത് വെള്ളം കെട്ടിയിട്ടേക്കാണ്. നമ്മൾ ഏകദേശം മുകളിലെത്തി ഗായ്സ്. അമ്പലം കണ്ടു തുടങ്ങിയില്ല, അമ്പലം കാണാൻ പോകുന്നു. ഗായ്സ്, ഇതാ ടെമ്പിൾ കണ്ടു തുടങ്ങി നമ്മൾ. ഓക്കെ, എങ്ങോട്ടേക്ക് എത്തട്ടെ? അങ്ങനെ ഗായ്സ്, നമ്മൾ ഹനുമാൻ ജനിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഹനുമാൻ ടെമ്പിളൂടെ കണ്ട് നമുക്കിവിടുന്ന് പതിയെ ഇറങ്ങാം. എന്നാൽ സ്ഥലത്തൊക്കെ എത്തിപ്പെട്ടല്ലോ അല്ലേ? അടിപൊളി. അങ്ങനെ ഹനുമാൻ ജനിച്ച സ്ഥലവും നമ്മൾ കാണുന്നു. ഓ, മാങ്ങാ ജ്യൂസ് കുടിക്കൂ. ഓ ഇല്ലല്ലേ, പാവം കളിക്കുകയാണ്. അതുകൊണ്ട് ഓക്കെ, ഒരു പേടിയും കൂടെ അതിനിട്ട് മടി വെച്ചേക്കുന്നത്. അതെ, ജീവനും കൊണ്ട് ഓടി. എന്തൊക്കെയല്ലേ കളിമാറൊരു ഹോബി. എത്ര റിട്ട് നൈസ്. അങ്ങനെ കഴിച്ച് നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്തെത്തി. എന്താ പറഞ്ഞാൽ കാണുന്നതെന്നല്ല, തൊട്ടടുത്തെത്തി. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ പിടിച്ചിട്ട് ഇറങ്ങാം. ഇതൊക്കെയാണ് കഴിച്ച് ഇവിടുത്തെ കാഴ്ചകൾ. ഗൈസ്, ഹനുമാൻ ടെമ്പിളിൻ്റെ അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ എന്ത് രസമല്ലേ? അമ്പോ, കിടിലൻ വ്യൂ. ഇതാണ് ഹനുമാൻ ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു. അങ്ങനെ ഹനുമാൻ ജനിച്ച സ്ഥലവും ഹനുമാൻ ടെമ്പിളും ഒക്കെ കണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങി ഹംപിയിലേക്ക് പോകാം. ഇന്നത്തെ സൺസെറ്റ് കാണാൻ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ മലമുകളൊന്നുമല്ല, ഓക്കെ, നല്ല കിടിലൻ പ്ലേസ് അല്ലേ? ആ ഒരു സൗണ്ട് കേട്ടോ, വെള്ളം ഒഴുകുന്നതിൻ്റെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ നേരിട്ട് കാണുന്ന ഫീലിൽ വീഡിയോയിൽ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് എടുക്കാൻ നോക്കി. നമ്മൾ സൂം ചെയ്തെടുക്കുമ്പോഴും
ആ ഒരു വൈഡ് ആംഗിൾ എടുക്കുമ്പോഴും നമ്മൾ ആ നേരിട്ട് കാണുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല. പക്ഷെ അടിപൊളി പ്ലേസ് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടുന്ന് സൺസെറ്റ് കാണും. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഹംപിയിലെ. അത് കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. വേറൊരു സ്ഥലവും കൂടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അത് പക്ഷേ അവിടെ ഇപ്പോൾ റിനോവേഷൻ്റെ ഇതായിട്ട് ക്ലോസ്ഡ് ആണ്. അത് കാരണം നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ നാളെ ഇവിടെ 290 കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടേക്ക്. അത് പോയി അവിടുന്ന് പിന്നെ നാട്ടിലോട്ട് പോകത്തുള്ളായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ നാട്ടിലേക്ക് വെച്ച് പിടിക്കും. എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ എന്തായാലും എത്തത്തില്ല. ഇവിടുന്ന് ഒരു 871 കിലോമീറ്റർ ഉണ്ട് നാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ മൈസൂർ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ അടിച്ചിട്ട് അവിടെ നിന്നായിരിക്കും ബാക്കി പോവുക. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും നമ്മൾ നാട്ടിലെത്തുക. അങ്ങനെ 10-15 ദിവസത്തെ റൈഡ് തീരുവാണ് ഗൈസ്. തീരാൻ പോകുമ്പോൾ ഒരു വിഷമം. പക്ഷെ തീർത്തല്ലേ പറ്റുള്ളൂ. റൈഡ് മാത്രമായി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, ജോലിയും വേണം. അതുകൊണ്ട് ഇപ്പം നേരത്തെ പോയി കയറി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതുപോലൊരു ലോങ് റൈഡ് നമുക്ക് പോവാം. അതെ ഗൈസ്, നമ്മളിവിടെ ഇരുന്നാണ് സൺസെറ്റ് കാണാൻ പോകുന്നത്. കിടിലൻ വ്യൂ അല്ലേ. എപ്പോഴും നമ്മൾ അങ്ങ് മലമുകളിൽ മാത്രം പോയിരുന്ന് കാണാതെ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നു. നൈസ്. അതെ ഗൈസ്, അങ്ങ് വിദൂരതയിൽ കാണുന്ന അവിടെ കണ്ടോ, അവിടെയാണ് ഹനുമാൻ ടെമ്പിൾ. അവിടെ നിന്ന് ഈ ആംഗിളിലിരുന്ന് നമ്മൾ സൺസെറ്റ് കാണും. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള യാത്ര നാളെ ബാക്കി കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.